السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ മുഹറം തിങ്കൾ വരുമ്പോൾ മുസ്ലിമീങ്ങളായ ഞങ്ങ ധാരാളം ചിന്തനകളും ധാരാളം ചേഞ്ചസുകളും ധാരാളം പ്രവർത്തനങ്ങളായിട്ട് ജീവിക്കുന്ന ഞങ്ങളായിട്ട് തുടക്കമേ നോമ്പുകളെ കൊണ്ടും മറ്റു അമലുകളെ കൊണ്ടും ധന്യമാക്കുക പരിശുദ്ധമായ ഇസ്ലാം ദീൻ ചൊന്ന തിങ്കളാണ് മുഹറം ചൊല്ലുന്നത്. ഈ മുഹറന്റെ പാഠങ്ങൾ ചൊമ്മനം കൊണ്ടു വർഷത്തെ പാഠങ്ങൾ എന്തിനെ ചൊന്നിട്ടോ ഞങ്ങൾ മുന്നൽ പഠിച്ചിരാം. മുഹറം തിങ്കളാകുമ്പോ ഹിജറി വർഷം 1448 പ്രവേശിച്ചുകൊണ്ടുണ്ടു ചൊല്ലറോ പൂർണ്ണമായ ബോധ ഞങ്ങൾ എല്ലാവരും മനസ്സിലു എപ്പോഴും മിക്കണായ വിഷയായിരിക്കരുത്. ഇസവി എത്തനാൻ കേട്ടെങ്കിൽ ചൊല്ലകാവിടത്തിനെ കാണിട്ട് യാറാ ഈ തിങ്കൾ ഏതെന്ന് കേൾക്കുമ്പോ ജൂണോണ്ട് ചൊല്ലതിനെ കാണിട്ട് യാറാ ഇത് 1448 ഹിജറിയായിരിക്കട്, ഇത് മുഹറം തിങ്കളായിരിക്കട് ചെന്നിട്ടുള്ള ഒരു ബോധ ഇത്തരെങ്കിലും ഞങ്ങളെ കൽബിൽ വേണം. മാതം ഗൊന്തു വേണം. ചിലപ്പോ മാത എല്ലാവർക്കും ചിലപ്പോ കണ്ടുപിടിച്ചോണ്ടും എപ്പോഴും അത് തലൽപ്പിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ കഷ്ടാവും. പക്ഷെ അതും ഗൊന്തു വേണം. ചുരുങ്ങിയത് ഇത് ഈ തിങ്കളായിരിക്കടെ ഇസ്ലാമികമായ ഈ തിങ്കളായിരിക്കടെ റബിയുൽ അവ്വലും അതുപോലെ റമദാനുക മാത്രം സീമിതാവാൻട്ട് ഏത് തിങ്കൾ വന്നെങ്കും, ഏത് റജബ് തിങ്കൾ വന്നെങ്കും, ജുമാദുൽ അവ്വൽ തിങ്കൾ വന്നെങ്കും, ഏത് വന്നെങ്കും ഇത് ഈ തിങ്കൾ ചെന്നിട്ടു ഇസ്ലാമികമായ തിങ്കൾ ചെന്നിട്ടു നമുക്ക് ശക്തിയായിട്ട് ഇതിനെ നെനപ്പുവിക്കരുത് അനിവാര്യമായിരിക്കും. ഹിജറി വർഷത്തെ ആരംഭ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങിയ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തെ ആരംഭത്തിലും ഉണ്ട്, പണ്ടും ഉണ്ട്. റജബ് പണ്ടേ ബഹുമാനിച്ചുകൊണ്ടിരുന്ന തിങ്കളാണ്. അപ്പൊ അങ്ങനെ മുഹറം സഫർ ചെന്നുള്ള ചന്ദ്ര കേന്ദ്രീകരിച്ചിട്ടുള്ള തിങ്കൾ നിശ്ചയിക്കരുത്, അത് പണ്ടേ ഉള്ളതായിരിക്കും. പക്ഷെ ഹിജറി 1, ഹിജറി 3 ചെന്നിട്ടു അത് ആരംഭാക്കിയത് ഒന്നു ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നജ്റാൻ നസാറാക്ക് എഴുതുമ്പോ 5 ഹിജറ കഴിഞ്ഞിട്ട് 5ാമത്തെ വർഷം എഴുതിയത് കിതാബുകളിൽ കണ്ടു. അതിൽ ഒരു നിലക്ക് ആരംഭ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കുന്നത്. പിന്നീട് അതിലെ അധികൃതമായിട്ട് മുസ്ലിം ലോകത്തില് ഹിജറി കൊണ്ടിട്ടേ നിങ്ങൾ കലണ്ടർ നിശ്ചയിക്കണോ ചെന്നിട്ട് നിശ്ചയിച്ചത് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഹിജറി വർഷങ്ങൾ അഥവാ ഹിജറി തിങ്കളുകൾ ഞങ്ങളെ മുഹറം സഫർ പോലത്തെ ഇസ്ലാമിക തിങ്കൾ ഞങ്ങൾ ഡിപ്പെൻഡ് ആയിരിക്കണമെങ്കിൽ മനുഷ്യരെ ശരഈയായ ഏത് വിഷയം എടുത്തു നോക്കിയെങ്കും, ശരഅ സംബന്ധമായ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അത് ഹിജ്റായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കുന്നത്. അത് ഞങ്ങളെ മുഹറം സഫർ റബീഉൽ അവ്വൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കുന്നതാണ്. ഒറ്റൊരു ശരീഅത്തിന് നിയമങ്ങൾ, ശരീഅത്തിലെ ഒരേ ഒരു വിധികൾ ഒരിക്കലും എന്തായിട്ടില്ല, ഇസ്ലാം കേന്ദ്രീകരിച്ചിട്ടില്ല. ഈ വർഷത്തിൽ കേൾക്കുമ്പോ മറിച്ചാല് വർഷത്തിൽ കേൾക്കുമ്പോ അപ്പമേ 60 വർഷം എന്ത് കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങളെ ഇസ്ലാം കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങൾ തൊണ്ട മോന്റെ വയസ്സ് എത്ര? അത് നാളേക്കല് ഏപ്രിൽ 5 വർഷം വൃത്തിയാവും. ഇതേ അല്ലാണ്ട് ഈ തിങ്കൾ ഇസ്ലാമികമായ ഈ തിങ്കളാകുമ്പോ ഇത്ര വർഷം ആവുടു, അല്ലെങ്കിൽ അയാൾ മരിക്കുമ്പോ ഇത്ര വർഷം ഇസ്ലാമിക പ്രകാരം ചൊല്ലുമ്പോൾ നാളെ കൊണ്ടായിട്ടില്ല. ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക ആപ്പുകളും എല്ലാ വ്യവസ്ഥകളും ഇന്നുണ്ട്. കിതാബുകൾ അതിൽ കണ്ടുപിടിക്കുന്ന കൺവേർട്ട് ആക്കുന്ന പല വ്യവസ്ഥകൾ പണ്ഡിമാനികൾ ചോദിച്ചതാണ് ഗണിത ശാസ്ത്ര പ്രകാരം. ചിണ്ട് അതിനെ കാണ്ടി ചൊല്ലാമത്തെ വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെ ഇന്നിട്ടും ഞങ്ങൾക്ക് ഹിജ്റയായിട്ടൊന്ന് ബന്ധപ്പെടുകയൊന്നില്ല. വലിയൊരു ഞങ്ങള് ദൗർഭാഗ്യമാണ്. ഇസ്ലാമിലെ സംസ്കാരത്തിൽ നിന്ന് എത്ര ഞങ്ങൾ ദൂരെ പോയിട്ടാകുന്നിട്ട് ആഴ്ചനാക്കുകളിലെ വലിയൊരു ഉദാഹരണമായിട്ട് ഞങ്ങൾ ഒരു വിഷയം ഹിജറി കേന്ദ്രീകരിച്ച് ഞങ്ങൾ ടച്ചപ്പ് ആക്കിക്കൊണ്ടില്ല, ഹിജറിക്ക് ഞങ്ങൾ ടച്ച് കൊടുത്തോണ്ടില്ല. അത് ഞങ്ങളെ വലിയൊരു ദൗർഭാഗ്യമായിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമി പ്രകാരം 33 വർഷമാകുമ്പോ ഹിജറി പ്രകാരം 34 വർഷമായിരിക്കും. ഒരായുസ് കുറപ്പില്ല.
66 വർഷത്തില് ഇസവി പ്രകാരം മരിച്ച ഒരാളെ മരിക്കുമ്പോ 66 വർഷമായിട്ട് ചിന്തിച്ചോടെ യഥാർത്ഥത്തിൽ ഹിജരി വർഷപ്രകാരം 68 വർഷമായിട്ട് 33 വർഷമാകുമ്പോ ഒരു വർഷത്തെ വ്യത്യാസമുണ്ട്. മനുഷ്യർ ആയുസിനെ കുറിച്ചുകൊണ്ടുള്ള അള്ളാഹു തന്നെ വിശാല അനുഗ്രഹത്തെ ഇനിയും കട്ടാക്കിക്കൊണ്ടുള്ള മനസ്സിലാക്കും. എന്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഹിജരിക്ക് ഇത്ര മുൻതൂക്കം കൊടുത്തു? ഇസ്ലാമിന്റെ നിയമങ്ങൾ ഹിജരി കേന്ദ്രീകരിച്ചിട്ട്, പരിശുദ്ധമായ നോമ്പെടുത്തങ്ങൾ റമദാൻ ഹിജരി കേന്ദ്രീകരിച്ചിട്ട്, ഇസ്ലാമിന്റെ ഫർള് കർമ്മമായ ഹജ്ജ് കർമ്മം ഹിജരി കേന്ദ്രീകരിച്ച്, ഇങ്ങനെ എടുത്തു നോക്കേണ്ടെങ്കിൽ സക്കാത്ത്, ഹജ്ജിലെ അമലുകൾ, ഇഹ്റാമുകൾ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 3 തിങ്കളും ഹിജരി കേന്ദ്രീകരിച്ചിട്ട്. അതേപോലെ സക്കാത്തിലെ കണക്കാക്കുകൊണ്ട് വർഷത്തെ കണക്കിലുള്ളൊരു സക്കാത്തുണ്ട്. പൈസ സക്കാത്ത്, കച്ചവടത്തെ സക്കാത്ത്, ബംഗാര സക്കാത്ത് പോലത്തത്. അതിന് ഓരോരോ ഡേറ്റും ഹിജരി കേന്ദ്രീകരിച്ചിട്ടാണ്, ഹിജരി പ്രകാരമാണ് അതുള്ളത്. ഒരു പെണ്ണ് തൊലാക്ക് ചൊല്ലേണ്ടായെങ്കിൽ ഹൈലാവാത്ത പെണ്ണ് അവള് എന്തിനാണ് തീരുമാനിക്കരുത്? തിങ്കളുകളെ നോക്കിയിട്ടായിരിക്കും. മാപ്പിള മറിച്ച പെണ്ണിടെ തീർ എങ്ങനെയാ നോക്കിയിട്ടുണ്ടായെങ്കിൽ ഹിജരി കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. ഇപ്പൊ ഒട്ടാസ് എപ്പാണ്ടില്ല വേനായ പോലെ 40 രൂപ വേനായ നാളില്, ആണ്ട് വേനായ നാളില്. അതേപോലെ ഇപ്പൊ എന്തായിട്ട് വരുന്നത് യുദ്ധയും അതേപോലെ. ഒരാൾ 40 നാളത്തെ യുദ്ധ നാളൊതുമില്ല, അങ്ങനത്തെ ഒരു യുദ്ധമേ ഇല്ല, ഒരു മതപോലും ഇല്ല. 40 നാളത്തെ യുദ്ധ അത് 4 തിങ്കളും 10 നാൾ ഭർത്തിയാവണം. ഹിജരി കേന്ദ്രീകരിച്ചിട്ടായിരിക്കരുത്. ഇങ്ങനെ എന്തായിരിക്കട് അറഫ നോമ്പ്, ആശുറ നോമ്പ്, പെരുന്നാൾ എല്ലാം ഹിജരി കേന്ദ്രീകരിച്ചിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഏത് വേനെടുത്ത് നോക്കോ, എല്ലാം ഹിജരി തിങ്കൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ജീവനം അമലുകളെല്ലാം മുഖാന്തരാക്കട. നിങ്ങളേതിലെ റബീഉൽ അവ്വലാൻ ചൊല്ലകാവത്ത് അല്ലെങ്കിൽ റമദാനാൻ ചൊല്ലകാവത്ത്, ബാക്കിയെല്ലാം ഇట్లేదు ശവ്വാൽ എപ്പമാ, അല്ലെങ്കിൽ ദുൽഖഅദ എപ്പമാ, അല്ലെങ്കിൽ ജുമാദുൽ ആഖിർ എപ്പമാ, എന്തും ചൊല്ലകിട്ടില്ല. അങ്ങനെ ആവോ തീരാ പഠിക്കണോ എന്തും വേണ്ട. ഔത്തുൽ കാലണ്ടറിക്ക് അതിലിക്കട് ഇതേത് ഇസ്ലാമിക നിങ്ങൾ അതെങ്കിലും നോക്കിയിട്ട് നിങ്ങളെ തലത് വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ചെന്നുകൊണ്ടുള്ള വർഷങ്ങൾ നിങ്ങൾ നിർണയിക്കുക. വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ഇങ്ങനത്തെ ആയതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ മനുഷ്യന്മാർ ടൈം കൺവണായത്, മനുഷ്യന്മാർ കാലണ്ടർ ആയിട്ട് സ്വീകരിക്കണായത് ചന്ദ്രൻ കേന്ദ്രീകരിച്ചിട്ടായിരിക്കത്. പരിശുദ്ധമായ ഖുർആന്റെ ആദ്യമേ അങ്ങനെ ഉള്ളതുപോലെ ആയിരിക്കത് നമുക്ക് വ്യക്തമായി കണ്ടുകൊണ്ടുള്ളത്. എന്തുകൊണ്ട്? സൂര്യ എപ്പോഴും ഒരേപോലെ ഇക്കരുത്, ചന്ദ്രങ്ങളെ വ്യത്യാസങ്ങൾ ഇക്കരുത്. മനുഷ്യർക്ക് കാലണ്ടർ നിശ്ചയിക്കുക, ഒരു ഏകദേശം ഒരു ധാരണ കിട്ടുക, ചന്ദ്രത്തെ നമുക്ക് പിടിച്ചു ചെയ്യാവും. അപ്പൊ ഏതാണെങ്കിലും നിങ്ങള് അങ്ങനെ ലോകത്തെ വ്യവസ്ഥമേ ഉള്ളേ അല്ലെ, ചന്ദ്രത്തെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ ഓർത്തോളൂ, ലോകത്തെ വ്യവസ്ഥമേ അള്ളാഹു തആല ആക്കിയിട്ടുള്ളത്, ഈ ലോകത്തെ പരിസര വ്യവസ്ഥമേ അള്ളാഹു ആക്കിയിട്ടുള്ളത് ഈ ചന്ദ്രമാന പ്രകാരമായിരിക്കരുത്, ഇസ്ലാമിക ഹിജറിയുടെ ആ ബേസ് മേലായിരിക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര അള്ളാഹു ആക്കിയിട്ടും നമുക്ക് ഈ സൂര്യ കേന്ദ്രീകരിച്ചിട്ട് ഏതോ യൂറോപ്യൻ കൾച്ചർ ഏതാവോ ദീന്റെ ആൾമാരുണ്ടാക്കിയ ആ കൾച്ചർ പിടിച്ചിട്ടാണ് മുസ്ലിമീങ്ങളായ ഞങ്ങൾ ഇപ്പം ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമികമായ ഹിജ്റ പ്രകാരം ചിന്തിക്കുന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിജ്റ ചൊല്ലുമ്പോൾ ചെന്ന പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖ് ചൊല്ലുക വേണ്ടിയിട്ട്, തൗഹീദ് പ്രചരിപ്പിക്കുക വേണ്ടിയിട്ട്, ദീൻ പ്രചരിപ്പിക്കുക വേണ്ടിയിട്ട് കഠിനമായി ശ്രമം ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുയുടെ ഓർഡർ പ്രകാരമാണ്. പക്ഷേ ആ മക്ക മുശ്രിക്കീങ്ങൾ ദീന് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ തടുക്കുകയാവടോ, എങ്ങനെ ഈ ദീൻ പ്രബോധനത്തെ ദിപ്പാട്ടുകയാവടോ, ചൊല്ലിന്റെ വിഷയം കേന്ദ്രീകരിച്ചിട്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷത്തിൽ സഹിക്കാത്ത ത്യാഗങ്ങളില്ല, കിട്ടാത്ത കഷ്ടങ്ങളില്ല, കിട്ടാത്ത ഉപദ്രവങ്ങളില്ല, എത്രയോ കൊല ശ്രമങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. എന്നിട്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചിട്ടെന്തുമല്ല, മക്ക വിട്ടുകൊണ്ട് പേടിച്ചിട്ടല്ല, സ്വന്തം ജന്മഭൂമി, സ്വന്തം റായ, സ്വന്തം ജാഗ, സ്വന്തം ഹവ, ചങ്ങായിമാർ, വളർന്നു വന്ന ഒറ്റയുള്ള ഫ്രണ്ട് സർക്കിളുകള്, അതുപോലെ വലിയ വലിയ നിലക്കുള്ള ജീവിതത്തെ 53 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഭൂമി വിട്ടിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടെന്തിനു വേണ്ടിയിട്ട് നന്റെ അള്ളാഹു ഏൽപ്പിച്ചെങ്കിട്ട് ആ തൗഹീദ് നടത്തുക. ഈ റായ എനിക്ക് അനുകൂലമായിട്ടില്ല, ഈ റായത്തിൽ തൗഹീദ് ആൽമാർ സ്വീകരിച്ചുകൊണ്ടില്ല,
ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆಯಾಯೋണ്ടിಲ್ಲ ഇങ്ങനെ പോയോണ്ടെങ്കിൽ ദീൻ ലോകത്തിലെത്തുമാട്ടെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച ദൗത്യ നന്റെ കൊണ്ട് പൂർത്തിയാക്കുക സാധ്യമായൊരു സംശയം വരെ ഹബീബ് റസൂലുള്ളാഹി വന്നിട്ടാകുമ്പോ വെറും ദീനി ദഅവത്ത് എത്തുമാടണോ ലോകം ആൾമാരെ നല്ല തിരക്കെത്തുമാടണോകളുടെ ഒറ്റ ലക്ഷ്യം കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സർവ്വതും വിട്ടുപോയിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് മദീനത്തിലെത്തിയാൽ പിന്നല്ലേ ഇസ്ലാം ദീൻ വളർന്ന് ബദർ ഗസ്വത്ത് കഴിഞ്ഞാൽ പിന്നല്ലേ ഇസ്ലാം ദീൻ ഉയർന്ന സ്ഥാനത്ത് ലോകത്തിന് വ്യാപകമാവോ കാരണമായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേ ജന്മഭൂമി 8 വർഷം കഴിഞ്ഞിട്ട് അള്ളാഹു തിരിച്ചു കൊടുത്തിട്ടില്ലേ ചുമ്മ പാഠങ്ങളുണ്ട് ചുമ്മ സൈക്കുകൊണ്ട് അള്ളാഹുക്ക് വേണ്ടി ദീനിക്ക് വേണ്ടിയിട്ട് ഹക്ക് വേണ്ടിയിട്ട് നന്മക്ക് വേണ്ടിയിട്ട് ഏത് കഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ടെങ്കും അതിന് അവസാന അതിന് ആഖിബത്ത് അതിന് എൻഡ് അതിവിജയമായിട്ടിക്കട് പരിശുദ്ധമായ ഖുർആൻ അണ്ട് ചെന്ന വിഷയാതായിട്ടിക്കട് ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് നിങ്ങൾ നബിക്ക് സഹായിച്ചിട്ടില്ലെങ്കിൽ വിഷയല്ല അള്ളാഹു സഹായിച്ചിട്ടായിരുന്നു അണ്ടേ അള്ളാഹു ആക്കിയ ഘോഷണ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് മദീനത്തിൽ എല്ലാം അനുഭവിച്ചിട്ട് എല്ലാം ഉൾക്കൊണ്ടുവന്ന് ജീവിതത്തിൽ ചൊന്ന പാടുകൊണ്ടോ പേടികളും ടെൻഷനുകളും ഉപദ്രവങ്ങളും താത്കാലികമാണ് ദീനിക്ക് വേണ്ടി അള്ളാഹുക്ക് വേണ്ടിയിട്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോ പിന്നീട് കിട്ടുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വരല അനിഷ്ടമായിട്ടോ ഈ ചള്ളിയുടെ ടൈമുള്ളൂ സുബൈക്ക് 4:40 ബാങ്ക് കൊടുക്കുമ്പോ 4:30 ബാങ്ക് കൊടുക്കുമ്പോ എണിച്ചിട്ട് സുബൈ നിസ്കരിക്കുള്ളൂ ജമാഅത്ത് കൊടുക്കും ചിലപ്പോ നിങ്ങൾക്ക് ചെറിയൊരു കഷ്ടം പോലെ ആവും പക്ഷേ ഇതുപോലത്തെ ജീവിതത്തിൽ പല വിഷയങ്ങളും നിങ്ങൾക്ക് കഷ്ടം പോലെ ആവും ഹജ്ജിക്ക് പോയിട്ട് എത്തുമ്പോ 5-6 ലക്ഷം പൈസ ചിലപ്പോ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പല നന്മകളാക്കുമ്പോ ചിലപ്പോ അനിഷ്ടായിട്ട് നിങ്ങൾക്ക് കാണോ പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറാണ് അത് ഖൈറാണ് അതിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണോ ചെന്നിട്ടുള്ളേ ഇങ്ങനത്തെ സന്ദേശങ്ങളൊക്കെയും ഹിജ്റി ഞങ്ങൾ നമ്മൾ ഓതി തന്നോണ്ടിരിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളൊട്ടിಗೆ ചൊന്ന വിഷയ പരിപാടി അതിൽപ്പെട്ട ഒരു വിഷയമാണ് യാ റസൂലല്ലാഹ് അയ്യുൽ ഹിജ്റതി അഫ്ളൽ ഓ നബിയേ ഹിജ്റയുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ഹിജ്റ ഏത് നബിയെ ചെന്നിട്ടോ റസൂലുള്ളാഹി തങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചെന്നത് റായ വിട്ടു പോണുകല്ല മുസ്ലിം ഉമ്മത്തെ ഇന്ത്യ നിങ്ങൾ റായ വിട്ടു പോണുകൾ റസൂലുള്ളാഹി തങ്ങൾ ചെന്നോട്ടുള്ളല്ല മൻ ഹജറ സൂ ബെടക്ക് അവകാശം ഉണ്ടോ ഹറാമിയത്ത് അവകാശമുണ്ടോ തപ്പു അവകാശം ഉണ്ടോ ഉള്ള മുള്ളില്ലാത്ത നാവ് കൊണ്ട് എന്തും ഉണ്ടാ ആർക്കും ഗുന്തില്ലാണ്ട് റൂം ഉൾഗതിച്ചിട്ട് ആർക്കും ചാട്ടില്ലാത്ത എന്തും കാണാം ഈ കാലഘട്ടത്തിൽ അള്ളാഹുടെ ഓർത്തിട്ടു അവിടെ ഒരു ഹിജ്റ വേണോ ഈ തപ്പുടെ മാറ്റി നിൽക്കടെ തപ്പുടെ ദൂരായിട്ട് നന്മകുള്ള പാതാർപ്പണ അവിടെ ഹിജ്റ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠ ഹിജ്റ ചെന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാടിയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക ഞങ്ങളെ കൊണ്ടാവണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധ മുഹറം തിങ്കൾ ചൊല്ലുമ്പോ ആശുറ നോമ്പോ പ്രത്യേകിച്ച് ചൊല്ലേണ്ട ആവശ്യമില്ല എല്ലാ നിലക്കുള്ള ലോകത്തെ വിജയങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നലെ ഈ ലോകം ഉണ്ടായത് മുതലേ റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള കാലഘട്ടത്തെ ഹിസ്റ്ററികൾ എടുത്തു നോക്കിയുണ്ടായെങ്കിൽ അണ്ട് കണ്ടത് അശ്വറ നാളെ നടന്നതായിരിക്കും ഒരു വർഷത്തെ നോമ്പ് അല്ലാഹു മാഫാക്കട്ടെ വളരെ മഹത്വമുള്ള റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിൽ കൂടാതെ നോമ്പോട് അറിയപ്പെട്ടെങ്കിൽ ആശുറ നോമ്പ് ഒരിക്കലും ഞങ്ങൾ പെട്ട ഒരാളും അത് മിസ്സാവുക എല്ലാവരും പിടിക്കണു കാലമിടി നോമ്പ് പിടിച്ച പോലെ പരിപാടിയ നോമ്പായിരിക്കല് അതുപോലെ മുഹറം ഒലിമ്പട നോമ്പ് അതും താസുവാവും പിടിക്കണം വേലാസ 2 കൂലി കിട്ടുന്ന വേലാസുര നോമ്പ് പോയിട്ട് അതുപോലെ മുഹറം ഒലിമ്പ് പോയിട്ട് അതുപോലെ പോണൊന്നും സൗകര്യം അവിടെ അതും പിടിക്കണം അതെല്ലാം സുന്നത്തായിരിക്കല് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആശുറ നാൾ ഇബാദത്താക്കുക അള്ളാഹുവായി അടുക്കുക ഖുർആനോദുക ദുആർക്കുക വിജയ കിട്ടുക പ്രയാസത്തിൽ നിന്ന് മുക്തത കേൾക്കുക നല്ല പറ്റിയ നാളായിരിക്കല് കുടുംബത്തിൽ അണ്ടത്തെ നാൾ വിശാല ആഹാര നല്ല വിശാലമായ നല്ലൊരു ആഹാര വ്യവസ്ഥപ്പെടുത്തും വർഷം ഇടീ റിസ്ക് വിശാലാവ് കാരണാക്കുന്നു ഹബീബ് റസൂലുള്ളാഹി പടിമാറ്റിയ ഹദീസുകൾ നിങ്ങൾ പ്രാക്ടിക്കലായി എടുത്തവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദനാ മുഹമ്മദിൻ اللهم صل على مصطفى